ഹായ് മക്കളെ, ഇതാ അവസാന പരീക്ഷയും കഴിഞ്ഞു. നമ്മൾ SSLC എന്ന ബാച്ചിനോട് വിട പറയാൻ പോവുകയാണ് അല്ലേ. നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അവസാനമായില്ല, റിസൾട്ടും കൂടി വരാനുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പഠിച്ച പരീക്ഷയൊക്കെ കഴിഞ്ഞതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്താണ്, ചെറിയ വിഷമം ഉണ്ടാവും അല്ലെ. കാരണം അവരുടെ ലാസ്റ്റ് ബാച്ചിൽ അവർ ഇറങ്ങി പോരാണ്. ഒരുമിച്ച് പഠിച്ച കുറെ ആളുകളുണ്ട്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ ഒപ്പം പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് അതിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സങ്കടമൊക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഈ ഒരു മിക്സഡ് ഇമോഷനിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷാ കാലം കഴിഞ്ഞു, നിങ്ങൾ റിലാക്സ്ഡ് ആയി. നമുക്ക് കുറച്ച് അവധിക്കാലം ഉണ്ട്, 2 മാസത്തേക്കുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യും. ഇനി കുറച്ച് ദിവസം നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. ഫുൾ അതായത് വലിയ വലിയ ട്രിപ്പ് ഒന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു ട്രിപ്പൊക്കെ പോവാം. ചില ആൾക്കാരെ പേര് വീട്ടിലൊന്നും സമ്മതിക്കൂലേ. അപ്പൊ നിങ്ങൾ മാങ്ങക്കല്ലറിയാം, മതിലിച്ചാട, അങ്ങനെ നാട്ടിലെ ചെറിയ ചെറിയ കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ചോ. എല്ലാ വള്ളികളും പിടിച്ചോളൂ. കാരണം ഇത്രയും കാലം നിങ്ങൾ എക്സാമിന്റെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. പ്രഷർ ഒക്കെ ഒഴിവാക്കി റിലാക്സ്ഡ് ആയിട്ട് തന്നെ പോവാ. പക്ഷെ അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാനാണ് വന്നത്. നിങ്ങളെയൊക്കെ വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയതിൽ നിന്നും ഇനി നമ്മളൊന്ന് വേർപിരിവായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുമെങ്കിൽ കൂടെ നിങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കണം എന്നില്ല. പലരും പല ഓപ്ഷനിലേക്ക് പോകും. സയൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇനി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും നമ്മളെ ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും. അതെ, ബയോളജി സയൻസ് എടുക്കുന്നവരായിരിക്കും നമ്മൾ ഇനി പെട്ടെന്ന് കാണാനൊക്കെ സാധിക്കുക. അപ്പൊ ആ ഒരു വിടവാങ്ങൽ കൂടി ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ ഈ വർഷത്തെ SSLCയുടെ ടോട്ടൽ പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. ബയോളജി എങ്ങനെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ടോട്ടൽ ഒരു മൊത്തത്തിലുള്ള ഒരു ആകത്തുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി. അതെ, അപ്പൊ ഈ ഒരു ടൈം കഴിഞ്ഞാലും ഇനി നിങ്ങൾ +1ലേക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, പല തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ മുന്നിലേക്കുണ്ട്. അതിലേക്ക് ഏതൊക്കെ എൻട്രൻസ് എക്സാം എഴുതണം, അതിനുവേണ്ടി ഞാൻ ഏതാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് എന്നുള്ളതാണ്. ഫുൾ A+ മാത്രമാണ് അറക്കലെ ലക്ഷ്യം. ഒരു ടെൻഷൻ അടിക്കണം. ഫുൾ A+ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഫുൾ A+ ഉണ്ടോ. പിന്നെ ഫുൾ A+ കിട്ടിയില്ല നിർത്തിയിട്ട് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കുള്ള മാർക്ക് കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം പരീക്ഷ കഴിഞ്ഞു, നമുക്ക് ടൈം ട്രാവൽ എടുത്തിട്ട് ബാക്കിലേക്ക് പോയിട്ട് ആദ്യം പരീക്ഷ എഴുതാനൊന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എത്രയാണ് നമ്മളുള്ള മാർക്ക് അതിലെന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിൽ മൂവ് ഓൺ ചെയ്യുക. പിന്നെ അടുത്തത് പിടിക്കുക. ഇപ്പൊ ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തുമ്മിയാ തിരക്കണം മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. അത്രേ ഉള്ളൂ. അടുത്ത +1 +2 ഒക്കെ പിടിക്കുക. അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചതിന്റെ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതല്ല, ഇതിൽ നിന്നും വലിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമുക്ക് ഡ്രോബാക്ക് ഉണ്ടെങ്കിലും വലിയ കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. ലൈഫ് ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ നിങ്ങൾ. അപ്പോൾ അത് ആലോചിച്ച് വെച്ചാൽ മതി. വിഷമങ്ങളൊന്നും വേണ്ട, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ. കാരണം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കോട്ട് എഴുതി വെച്ചോളൂ. അപ്പോൾ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, പാരന്റ്സിനോടും നിങ്ങൾക്ക് അറിയാവുന്ന ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് പലതരത്തിലുള്ള കോഴ്സുകളെ പറ്റി അറിയണം, എൻട്രൻസ് എക്സാമിനെ പറ്റി അറിയണം. നമ്മുടെ ചാനൽ തന്നെ പല വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വീഡിയോസും മാക്സിമം കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പേജുകളൊക്കെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും. മറ്റേ നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ എന്ത് ചെയ്യുക, ഒരു പൊട്ട കോഴ്സിൽ പോയി ചാടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുക. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, അക്യൂർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ മാത്രം നന്നായാൽ മതി, ബാക്കിയുള്ളവരാരും നന്നാണ്ട് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒന്നും വെക്കരുത് കേട്ടോ, അതൊക്കെ മോശമാണ്. അതെ, ബാക്കി എല്ലാവരെയും കൂട്ടി ഒന്നിച്ച് തന്നെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫോർട്ട് ഇടുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം, അതിന്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രീം ചെയ്യുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്നവരെന്താ, ഇതേപോലെ തന്നെ പലതരത്തിലുള്ള കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനും നമ്മുടെ രീതിയിലുള്ള പല വെബിനാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ 2-ാം തീയതി നമ്മുടെ ഒരു നെക്സ്റ്റ് എക്സാം വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതെന്തായാലും എല്ലാ മക്കളും ഒന്ന് പോയി എഴുതി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആ ഒരു ബ്രില്യൻസ് എത്രത്തോളം ഉണ്ട്. ബോർഡ് എക്സാമിന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ചില ആളുകളുണ്ടാവും ഒരു പ്ലാൻ ഇല്ലാത്ത. അപ്പൊ ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബഹുഭൂരിഭാഗം കുട്ടികളും അങ്ങനെ ആയിരിക്കും, എന്തെടുത്താലും കുഴപ്പമില്ല, എന്തെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റ് ആക്കണം. അങ്ങനെയുള്ള ആളുകൾ എന്തായാലും എഴുതണം. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ വഴി ഇനി ഇതായിരിക്കാം, നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ വേറെ വഴിയായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇതിന് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അതിനൊന്നും കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. വെറുതെ പോയി ഒന്ന് എഴുതിയാക്കാം. ഒരു പക്ഷേ ആ നിങ്ങളുടെ വഴി അതായിരിക്കാം. അപ്പം റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ, നല്ല മക്കളായി നല്ല മനുഷ്യരായി തന്നെ മുന്നോട്ട് പോവുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, അതിന്റെ കൂടെ തന്നെ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക.
പോവുക. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നിങ്ങളുടെ അടുത്തേക്ക് തരികയാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.